എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഒരിറ്റു വെള്ളത്തിനു വേണ്ടിയും ഒന്ന് നല്ലതുപോലെ ശ്വാസം വിടാൻ വേണ്ടിയും ഒരു നുള്ളു ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഒരു പറ്റം മുസ്ലിങ്ങൾ ഏഷ്യ വൻകരയിൽ തന്നെ വളരെ ദുരിതമനുഭവിച്ചുകൊണ്ട് കഴിയുന്നത് നമ്മൾ അറിയുന്നതാണ്. സുമൂദ് ഫ്ലോട്ടില്ലകൾ തടഞ്ഞുകൊണ്ടും എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകണം, പോയില്ലെങ്കിൽ സർവ്വ എണ്ണത്തിനെയും കൊന്നൊടുക്കി കളയുമെന്നും അലറി വിളിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവും അയാൾക്ക് പിന്തുണ നൽകുന്ന ട്രംപ് ഉൾപ്പെടെയുള്ളവരും ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഒരല്പം നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥ, ഫലസ്തീനിലെ അവസ്ഥ, ഫലസ്തീനിലുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും വേദനിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കായംകുളത്തുകാരിയായി ശ്രീരശ്മി അവിടെ വെള്ളം കുടിക്കാനില്ലാതെ ഭക്ഷണം കഴിക്കാനില്ലാതെ വലയുന്നവർക്ക് ഭക്ഷണം അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ദീർഘായുസ് നേർന്നുകൊണ്ട് ഫലസ്തീനിലുള്ള സ്ത്രീകൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുന്നതിൻ്റെ രംഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ ഈ കഴിഞ്ഞ മഹാനവമി ദിവസത്തിൽ തൻ്റെ കുഞ്ഞിനെ അക്ഷരം എഴുതാൻ വേണ്ടി ഇരുത്തിയ ഒരു പ്രിയ സഹോദരൻ, അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ മുമ്പിൽ വെച്ചിട്ട് എന്താണ് എഴുതേണ്ടത് എന്ന് ആലോചിച്ചു. ഹരി, ശ്രീ അല്ലെങ്കിൽ ഓം എന്നൊക്കെ എഴുതാമെന്നുള്ള ചിന്തയിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം, പ്രിയമുള്ള സഹോദരന്മാരെ, ആ അരി നിരത്തിക്കൊണ്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തൻ്റെ കുഞ്ഞിന്റെ കൈ പിടിച്ച് അദ്ദേഹം ഗസ്സ എന്ന് എഴുതിയത്. തൻ്റെ കുഞ്ഞിന്റെ കൈ പിടിച്ച് അദ്ദേഹം ഗസ്സ എന്നാണ് ആദ്യം എഴുതിയത്. അദ്ദേഹം ചോദിക്കുന്നു, ഇതിനേക്കാൾ വലുത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗസായിലെ പിടഞ്ഞു വീഴുന്ന ലക്ഷക്കണക്കിനായ ആളുകൾ, കുഞ്ഞുങ്ങൾ, അതേപോലെ തന്നെ വിശന്നു പൊരിയുന്നവർ, അതുപോലെ തന്നെ രോഗബാധിതരായവർ, കൈകാലുകൾ മുറിഞ്ഞുപോയവർ, ശരീരത്ത് മാരകമായി ബോംബേറ്റവർ, അതേപോലെ ബോംബിന്റെ ചീളുകൾ ശരീരത്തിന്റെ ഭാഗത്ത് കയറിയിരിക്കുന്നവർ, കൂറ്റൻ കെട്ടിടങ്ങളൊക്കെയും മിസൈൽ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോ അങ്ങനെയുള്ള സ്ഥലത്ത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലോകം മുഴുവനും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ ഏതാണ്, എന്തക്ഷരമാണ് ആദ്യം എഴുതേണ്ടത്? അതുകൊണ്ട് ഞാൻ ഗസ്സ എന്ന് എഴുതി എന്ന് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ അവസ്ഥ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർത്തണമെന്ന് അധ്യക്ഷൻ അവർകൾ പറഞ്ഞു. മാത്രമല്ല, ദുആ നടക്കാനുള്ളത് കൊണ്ട് ഞാനങ്ങ് ചുരുക്കാൻ. ഇതേക്കാൾ വലിയ ഭീകരമായ ഒരവസ്ഥയായിരുന്നു മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹു ജനിക്കുമ്പോഴുള്ള ഫലസ്തീനിലെ അവസ്ഥ. ഇപ്പോഴുള്ള ഈ അവസ്ഥയേക്കാൾ വളരെ മോശമായ ഒരവസ്ഥയായിരുന്നു ഫലസ്തീനിലെ അവസ്ഥ. അതായത് ഏതാണ്ട് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹു ജനിച്ചത് നമുക്കൊക്കെ അറിയും. ഷെയ്ഖ് അബ്ദുൽ ഖാദിറിൽ കൈലാനി എന്നോവർ, അബ്ദുൽ ഖാദിർ കൈലാനി എന്ന് പറയുന്ന ആ മഹാനവറുകൾ ജനിച്ചത് ക്രിസ്താബ്ദം 470 ക്രിസ്താബ്ദം 470 മഹാനവറുകൾ ജനിക്കുന്നത്. അബ്ദുൽ ഖാദിറുൽ ജീലാനി ജനിക്കുന്നത് ക്രിസ്താബ്ദം 470. കൃത്യമായി അദ്ദേഹത്തിന് 22 വയസ്സുള്ളപ്പോ, അതായത് 492 ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഖുദുസ് എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ്, പ്രിയമുള്ള സഹോദരന്മാരെ, കുരിശ് പോരാളികൾ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അതിഭയങ്കരമായ രക്തരൂക്ഷിതമായ കൊലപാതകങ്ങൾ അരങ്ങേറി അവിടെ നാശം വിതയ്ക്കുകയുണ്ടായി എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ക്രിസ്താബ്ദം 492 അന്ന് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന് 22 വയസ്സായിരുന്നു. ഈയിടെ ഇറങ്ങിയ ഒരു കിതാബില് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായി പറയുന്നുണ്ട്. അതായത്
അദ്ദേഹത്തിന്റെ കിതാബ് ഹാക്കദാ ലഹറ ജീലു സലാഹുദ്ദീൻ വഹാക്കദാ ആദത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഡോക്ടർ മാജിദ് അൻസാർ അൽ കീലാനി എന്ന് പറയുന്നയാളാണ് ഈ ഗ്രന്ഥം എഴുതിയത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഖുദ്സ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തില് ബൈത്തുൽ മുഖദ്ദസ്, നമുക്കറിയും ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിനെ തകർക്കാൻ വേണ്ടി അത് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കുരിശു പട്ടാളം അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുമ്പോ രണ്ട് മഹാവ്യക്തിത്വങ്ങളാണ് ആ ഖുദ്സിനെ ഈ കുരിശു പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. അതിൽ ഒന്നാമത്തേത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവും രണ്ടാമത്തേത് പ്രിയമുള്ള സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുമാണ്. ഗസ്സാലി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവും രണ്ടുപേരും ഏകദേശം ഒരേ കാലക്കാരാണ്. അതുകൊണ്ട് തന്നെ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ആത്മീയമായ ചൈതന്യത്തിലൂടെ സമൂഹത്തിനെ മാറ്റിയെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വിപ്ലവാത്മകമായ രചനയിലൂടെ ഈ സമൂഹത്തിനെ മാറ്റിയെടുക്കുകയുണ്ടായി. വിശദമായി മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഞാൻ പക്ഷേ വളരെ ചുരുക്കി അങ്ങ് പറയുന്നു എന്ന് മാത്രം. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ കുരിശിന്റെ പട്ടാളക്കാര് കയറി വന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ അവർ നശിപ്പിച്ച് തരിപ്പണമാക്കുന്നു. അതിനെതിരെ പല പോരാട്ടങ്ങളും നടക്കുന്നു. പോരാട്ടങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ പരാജയപ്പെടുന്നു. ഇന്നത്തെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുന്നു. കുഞ്ഞുങ്ങളെയും അതേപോലെ തന്നെ ബാക്കിയുള്ളവരെയും പട്ടിണിക്കിട്ട് കൊല്ലുന്നു. അതുപോലെ മുസ്ലിങ്ങളുടെ കൊട്ടാരങ്ങളും വീടുകളും എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നു. അവരുടെ കുടിവെള്ളം തടയുന്നു എന്ന് വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായപ്പോ ഇതെങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ആലോചിച്ചു. അബ്ദുൽ ഖാദിർ ജീലാനിക്ക് അന്ന് 22 വയസ്സാണ്. നമ്മൾ ചിന്തിക്കണം. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരു കറാമത്താണ്. അബ്ദുൽ ഖാദിർ ജീലാനി തന്നെ ഒരു കറാമത്താണ്. കാരണം അദ്ദേഹത്തിന് ഉമ്മ പ്രസവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവിന് 60 വയസ്സ് പ്രായമായിരുന്നു. 60 വയസ്സ് പ്രായമുള്ള ഏതെങ്കിലും സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ പ്രസവിക്കാറുണ്ടോ? 60 വയസ്സ് പ്രായമാണ് ആ മാതാവിനുള്ളത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പ്രസവിച്ച ദിവസത്തിൽ 1100 ആൺകുട്ടികളെയാണ് തിബിരിസ്ഥാന്റെ പ്രദേശങ്ങളിലായി പ്രസവിച്ചത്. 1100ഓളം കുട്ടികളെ, അത് മൊത്തം ആൺപിള്ളാരായിരുന്നു എന്നാണ്. അദ്ദേഹം ജനിച്ച ദിവസം ജനിച്ചത് മുഴുവനും ആൺപിള്ളാരായിരുന്നു. 1100 പേരാണ് അന്ന് ജനിച്ചത്. മാത്രമല്ല പിൽക്കാലത്ത് ഈ 1100 പേരും അള്ളാഹുവിന്റെ ഔലിയാക്കളായി മാറി എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വഫാത്തും. ഈ റബീഉൽ ആഖിർ എന്ന് പറയുന്ന വഫാത്തല്ലേ, അദ്ദേഹത്തിന്റെ വഫാത്ത് ദിവസവും അതുപോലെ തന്നെയാണ്. വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച്, വെള്ളിയാഴ്ച പകൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചിട്ട് ഞായറാഴ്ചക്ക് അഥവാ ശനിയാഴ്ച രാത്രിയിൽ അദ്ദേഹത്തിന് കബറടക്കേണ്ടി വന്നു. ശനിയാഴ്ച രാത്രിയിൽ അദ്ദേഹത്തിന് കബറടക്കേണ്ടി വന്നത് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഭയങ്കരമായ തിക്കും തിരക്കുമായിരുന്നു. കാരണം ആ നാട്ടിലുള്ള എല്ലാ വഴികളും അടച്ചു കളഞ്ഞു. അടച്ചു കളയാൻ കാരണം ജനങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗാംഗേഹ് എന്നറിയപ്പെടുന്ന ബാബുൽ അസ്സജ് സുൽത്താനുഹു അൽ ബാബുൽ അശ്ഹബ് താജുഹു ഖദ് ശറഫത് അർകാനുഹു യാ ശൈഖ് അബ്ദുൽ ഖാദിരി. മഹാനവറുകൾക്ക് ബാബുൽ അസ്സജ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമുണ്ട്. ആ വിദ്യാഭ്യാസ കേന്ദ്രം അഥവാ ഒരു മദ്രസ, ഒരു കോളേജ്, ആ കോളേജിന്റെ കവാടം ശനിയാഴ്ച മഗ്രിബ് കഴിഞ്ഞപ്പോൾ അടച്ചു കളഞ്ഞു. എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ്, ഞായറാഴ്ച പുലരുന്നതിന് മുമ്പ്, ശനിയാഴ്ച പുലരുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച രാത്രിയിൽ അദ്ദേഹത്തിനെ അടക്കുകയാണ് ചെയ്തത്. വെള്ളിയാഴ്ച അസ്തമിച്ചതിന് ശേഷമുള്ള ശനിയാഴ്ച രാവ് അഥവാ ശനിയാഴ്ച പകൽ ഉദിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ അടക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ള സഹോദരന്മാരെ, എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജനസ്വാധീനം അദ്ദേഹം നേടിയെടുത്തു. എങ്ങനെയാണ് അദ്ദേഹം നേടിയെടുത്തത്? നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് നമുക്കറിയാം, അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മാതാവിനെ നമുക്കറിയൂ, ഉമ്മുൽ ഖൈർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാത്തിമ എന്നവരാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ അവർക്ക് ജനിച്ച അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആളിനെ ഇപ്പൊ നമ്മൾ വിളിക്കുന്നത് മുഹീദ്ദീൻ എന്നാണ് വിളിക്കുന്നത്. ദീനിനെ ജീവിപ്പിച്ചയാൾ
എന്നാണ് വിളിക്കുന്നത്. അതല്ലേ യാ ഗൗസുൽ അഅ്ലം, അല്ലേ യാ ഗൗസുൽ അഅ്ലം കുല്ലദ്ദഹരി വൽഹീനി അഅ്ലാ വലിയും ബിതഹ്കീമിൻ വതംകീനി ഔലാ ഫഖീരിൻ ഇലൽ മൗലാ വമിസ്കീനി അന്തല്ലദി ദീനു സമ്മാ മുഹ്യിയദ്ദീനി. അല്ലേ അന്തൽ മുസമ്മ യാ ഗൗസുൽ അഅ്ലം കുല്ലദ്ദഹരി വൽഹീനി, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സന്ദർഭങ്ങളിലും ഗൗസുൽ അഅ്ലമായവരാണവർ. അവരെ അവസാനം വന്ന് വിളിച്ചപ്പോ അന്ത ഹഖം മുഹ്യിയദ്ദീനി, നിങ്ങൾ ഹക്കായിട്ട് യഥാർത്ഥത്തിൽ മുഹ്യിദ്ദീൻ തന്നെയാണെന്നാണ്. മുഹ്യിദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. അബ്ദുൽ ഖാദർ എന്ന പേര് മുഹ്യിദ്ദീൻ എന്നായി. നമ്മളും അറിയാം, നമ്മുടെ ഈ ഇതിൽ അടിച്ചിരിക്കുന്ന അബ്ദുൽ ഖാദർ ജീലാനി എന്നല്ല, മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്നാണ്. അല്ലേ മുഹ്യിദ്ദീൻ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? പ്രിയമുള്ള സഹോദരന്മാരെ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി അദ്ദേഹം അന്നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും എന്താണ് സംഭവം എന്ന്, ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കുരിശുപട്ടാളം കയറി വരുമ്പോ മുസ്ലിം സമൂഹം പരാജയപ്പെട്ടു പോകുന്നത്? ഇന്ന് നമ്മൾ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയും. എന്തുകൊണ്ടാണ് ഹമാസ് തോക്കുന്നത്? എന്തുകൊണ്ടാണ് അറബികൾ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് അറബികളുടെ കയ്യിൽ ബോംബൊന്നുമില്ലേ തിരിച്ച് നെതന്യാഹുവിന് നേരെ ഇട്ടുകൊടുക്കാൻ? എല്ലാ അറബി രാഷ്ട്രങ്ങളും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് നല്ലതുപോലെ മൂത്രമൊഴിച്ചാൽ അങ്ങ് ഒലിച്ചു പോകത്തക്കവണ്ണമുള്ള ചെറിയ രാജ്യമല്ലേ ഈ പറയപ്പെടുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമൂഹം ഇതിനു വേണ്ടി രംഗത്ത് വരാത്തത്? അവർക്ക് എന്തുകൊണ്ടാണ് പേടി എന്നുള്ളത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു. എന്തുകൊണ്ടാണ് ഖുദ്സിന്റെ മോചനത്തിന് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്ന്. ബഹുമാനപ്പെട്ട ചാലിശ്ശേരി തങ്ങൾ അവറുകൾ സമാഗതമാവുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പറഞ്ഞു വന്ന പോയിന്റ് അങ്ങ് നിർത്തിയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. ബഹുമാനപ്പെട്ട തങ്ങൾ അവர்கள் എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോ സഹോദരന്മാരെ, അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു തആല അൻഹു ഇത് എന്താണെന്ന് ചിന്തിച്ചപ്പോ മനസ്സിലായി, മനുഷ്യൻ ഭൗതികതയിൽ അങ്ങനെ മൂടിക്കിടക്കുന്നത് കൊണ്ടാണ്. ഭൗതികതയിൽ മൂടിക്കിടക്കുന്നത് കൊണ്ടാണ് തീർച്ചയായും അവരുടെ ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കാത്തതും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് വകവെക്കാത്തതും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയുമോ? ഒരു വലിയ സമൂഹത്തിനെ വളർത്തിയെടുത്തു. ആത്മീയമായും ഭൗതികമായും ശേഷിയുള്ള ഒരു വലിയ സമൂഹത്തിനെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് നമുക്കറിയും, അത് അദ്ദേഹം തന്നെ പറയുന്നു, 5000 ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്റെ കൈകൊണ്ട് മുസ്ലിമായി എന്ന് മാത്രവുമല്ല, ആയിരക്കണക്കിന് 1,00,000-ഓളം പേര് എന്നെ കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് തൗബ ചെയ്ത് മാറി അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയുണ്ടായി എന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, 8,000-ഓളം വരുന്ന പെണ്ണുങ്ങളെയും ദായികളാക്കി അദ്ദേഹം മാറ്റിയെടുത്തു. അതിൽ നിന്നാണ് ഒരു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടായത്. ആ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ് അവസാനം കുരിശ് പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചെടുത്തത്. കുരിശ് പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തത് ബഹുമാനപ്പെട്ട ഖാദിരിയ തരീഖത്തിൽ ബൈഅത്ത് ചെയ്തുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ച മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണെന്നുള്ള കാര്യം സഹോദരന്മാരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ആധുനിക കാലത്തിൽ ഗൗസുൽ ആലമിനെ വായിക്കുമ്പോ, അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വായിക്കുമ്പോ, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത, അദ്ദേഹം കാണിച്ചു തന്ന ശരിയായ ആ പാതയിലൂടെ നാം മുന്നോട്ട് ഗമിക്കുമ്പോഴാണ്, പ്രിയമുള്ള സഹോദരന്മാരെ, മാറ്റങ്ങൾക്ക് നമ്മുടെ മനസ്സ് തയ്യാറാകുമ്പോഴാണ് നമ്മുടെയൊക്കെ ദുആ അല്ലാഹു തആല കബൂലാക്കുന്നതും. ഒപ്പം തന്നെ സഹോദരന്മാരെ, ഈ ഫലസ്തീൻ ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങളുടെ നീറുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരാത്മീയമായ
ആത്മീയമായ പരിഹാരം കാണാൻ കഴിയുന്നതും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അദ്ദേഹം എത്തിയത് കൊണ്ടും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടും ഞാൻ ഇൻഷാ അല്ലാഹ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്.